വെൽക്കം ബാക്ക് ടു ആസ്ക് ഐഎസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16 നവംബർ 2021 ന്യൂസ് ആണ്. ഏതൊക്കെയാണ് ന്യൂസ് എന്ന് ആദ്യം നോക്കാം. കർത്താർപൂർ കോറിഡോർ, സ്പെഷ്യൽ കോഡ്സ് ഫോർ MPs ആൻഡ് MLAs, ഇറാൻ ആൻഡ് UN ന്യൂക്ലിയർ ബോഡി, ഡയബറ്റീസ് കെയർ ആൻഡ് ബെലാറസ് പോളണ്ട് ബോർഡർ ഇഷ്യൂ. അപ്പൊ 5 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് കർത്താർപൂർ കോറിഡോർ. GS പേപ്പർ 1 ഇന്ത്യൻ കൾച്ചറിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കർത്താർപൂർ കോറിഡോർ എന്ന് പറയുന്നത്. അത് മോഡേൺ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സമയത്തെ ലിറ്ററേച്ചർ ആർക്കിടെക്ചർ ഒക്കെ ആയിട്ടും ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. റീസെന്റ് ഗവൺമെന്റ് ഈ പറയുന്ന കർത്താർപൂർ സാഹിബ് ഗുരുദ്വാര കോറിഡോർ റീഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏകദേശം 20 മാസത്തോളമായിട്ട് കോവിഡ് പാൻഡമിക് കാരണം അടഞ്ഞു കിടക്കുന്ന ഈ ഒരു കോറിഡോർ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. ആക്ച്വലി ആ ഒരു ഓപ്പണിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നവംബർ 19 ആണ്. നവംബർ 19 പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സിഖ് ഫൗണ്ടർ ആയിട്ടുള്ള ഗുരുനാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. ഓൾസോ നോൺ ആസ് ഗുരുപൂർവ് ഓർ പ്രകാശ് പർവ്, ഇങ്ങനെ 2 പേരുകളിൽ കൂടി അത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഈ കർത്താർപൂർ കോറിഡോർ എഗ്രിമെന്റ് നോക്കാം. കർത്താർപൂർ കോറിഡോർ എഗ്രിമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ട്രാവൽ വിസ ഫ്രീ ആണ്. വിസ ഫ്രീ ആയിട്ടുള്ള ഒരു കോറിഡോർ ആണ്. അതായത് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വിസ കാര്യങ്ങൾ എടുക്കേണ്ടതില്ല. ഇന്ത്യൻ പിൽഗ്രിംസ് ഓഫ് ഓൾ ഫേസ്, ഏതൊരു ജാതിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഈ ഒരു കോറിഡോർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം എന്ന് മാത്രം. അതുപോലെ തന്നെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ OCI കാർഡ് കൊണ്ടുപോയാലും മതി. ഈ ഒരു കോറിഡോർ ആക്ച്വലി ഓപ്പൺ ആയിരിക്കുന്നത് ഡോൺ ടു ഡസ്ക്, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ്. രാവിലെ പോയ ആൾക്കാർ എന്താണ് ഓൺ ദ സെയിം ഡേ റിട്ടേൺ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കർത്താർപൂർ കോറിഡോർ എഗ്രിമെന്റിന്റെ അകത്ത് പറയുന്നത്. എന്താണ് ഈ കർത്താർപൂർ കോറിഡോർ പ്രോജക്റ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റോഡ് ടു പീസ്. ഗുരുദ്വാര ദർബാർ സാഹിബ് പാകിസ്ഥാനിലുള്ളതും അതുപോലെ തന്നെ ദേറ ബാബ നാനക് ഷ്രൈൻ ഇന്ത്യയിലുള്ളതും ഈ പറഞ്ഞ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ ആണ് ഇതെന്ന് പറയുന്നത്, കർത്താർപൂർ കോറിഡോർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്തുകൂടി അറിയപ്പെടുന്നത്, റോഡ് ടു പീസ് എന്നുള്ളത് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഷ്രൈനിന്റെ സിഗ്നിഫിക്കൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗുരുദ്വാര കർത്താർപൂരിലുള്ള ഈ ഗുരുദ്വാര രവി നദിയുടെ തീരത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏകദേശം 120 കിലോമീറ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് ഓഫ് ലാഹോറിലാണ് അവരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇവിടെയാണ് ഗുരുനാനാക്ക് സിഖ് കമ്മ്യൂണിറ്റീനെ അസംബ്ലി ചെയ്തതും അതുപോലെ തന്നെ ഏകദേശം 18 കൊല്ലത്തോളം അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള ആ ഒരു 1539 അദ്ദേഹം മരിക്കുന്ന ആ ഒരു സമയം വരെയും താമസിച്ചിരുന്ന ഒരു സ്ഥലവും ഇതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സിഖ് കമ്മ്യൂണിറ്റീനെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ്. ഈ ഒരു പ്ലേസ് നമുക്ക് ഇന്ത്യ സൈഡിൽ നിന്ന് നോക്കിയാൽ പോലും കാണാൻ പറ്റും. ബൈനോക്കുലേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാനും പറ്റുന്നതാണ്, ഏകദേശം അങ്ങോട്ട് പോവാതെ തന്നെ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതോറിറ്റീസ് അവിടെ ജനറലി അവിടെ വളർന്നു വരുന്ന എലിഫന്റ് ഗ്രാസ് കാര്യങ്ങൾ ട്രിം ചെയ്ത് നിലനിർത്തുക, ആ ഒരു വ്യൂ ഒബ്സ്ട്രക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് പോകുന്ന ഒരു പോയിന്റ് കൂടിയാണത്. അതൊരു ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനെ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് എന്നുള്ളത് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, സ്പെഷ്യൽ കോഡ്സ് ഫോർ MPs ആൻഡ് MLAs. GS പേപ്പർ 2 സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗനൈസ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ റിഡസ് മെക്കാനിസം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്രയും ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ കോഡ്സ് ടു ട്രൈ MPs എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്പെഷ്യൽ കോർട്ടിന്റെ ഈ ജുറിഡിസ്ഡിക്ഷൻ എക്സ്ക്ലൂസീവ്ലി നമുക്ക് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതായത് MP MLAയുടെ വേരിയസ് ഒഫൻസുകൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താണ് ഇത്തരം കോർട്ടുകളുടെ ഒരു ആവശ്യകത? ഏകദേശം 4000-ഓളം കേസസ് നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ ലെജിസ്ലേച്ചേഴ്സിന്റെ അക്രോസ് ആയിട്ട് ഉണ്ട്. ഈ കേസുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് അതുപോലെ തന്നെ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനും എതിരെയുള്ള കേസുകൾ എന്ന് പറയുന്നത് 2556 ആണ്. ഏകദേശം പകുതിയിൽ കൂടുതൽ കേസുകൾ. അതുപോലെ തന്നെ ഇവരെ എതിരെ പറഞ്ഞിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, കറപ്ഷൻ ഉണ്ട്, മണി ലോണ്ടറിങ് ഉണ്ട്, ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഡീഫമേഷൻ, ചീറ്റിംഗ്, ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള ഫീൽഡുകളിൽ ഈ പറഞ്ഞ കേസസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അത് കൂടാതെ ലാർജ് നമ്പർ ഓഫ് കേസസ് വരുന്നത് മറ്റൊരു കേസിലാണ്, വയലേഷൻ ഓഫ് സെക്ഷൻ 188 IPC, അതായത് വിൽഫുൾ ഡിസൊബീഡിയൻസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ഓർഡേഴ്സ് പ്രൊമുലേറ്റഡ് ബൈ പബ്ലിക് സർവീസ്. ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് കാര്യങ്ങൾ മനഃപൂർവ്വം ഡിസൊബീഡിയൻസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും എതിരെയുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 188 ഓഫ് IPC എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കേസുകൾ ഈ ഒരു സെക്ഷൻ ചുമത്തിയിട്ടും
എന്താണ് കേസുകൾ ഒരുപാട് പെൻഡിങ് ഉണ്ട്. ഇനി അപ്പോൾ ആ ഒരു കേസിന്റെ ഹിസ്റ്ററീസ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പെൻഡിങ് ആയിട്ടുള്ള കേസുകളിൽ ഒരുപാട് നോൺ ബെയിലബിൾ വാറന്റ്സ് വരെ ഉണ്ട്. കോർട്ട് ഇഷ്യൂ ചെയ്ത ആ നോൺ ബെയിലബിൾ വാറന്റ്സ് പോലും ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഇത് കൂടാതെ ബീഹാർ ഒരു സ്റ്റേറ്റിന്റെ ഒരു ജസ്റ്റ് ഒരു കേസ് സ്റ്റഡി നോക്കുകയാണ്. ബീഹാറിന്റെ കേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 89% അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 3 അതിലധികമോ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിമിനൽ കേസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്രത്തോളം ആൾക്കാർ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ ഇപ്പോഴത്തെ MP MLA മാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മദ്രാസ് ഹൈക്കോർട്ട് നടത്തിയ ചില ഒബ്സർവേഷൻസ് നോക്കാം. മദ്രാസ് ഹൈക്കോർട്ടിൽ ഒരു 3 ജഡ്ജ് കമ്മിറ്റി പറഞ്ഞൊരു കാര്യമാണ്. ഏകദേശം നവംബർ 2020 അത് പറഞ്ഞത്. What is the constitutional validity of setting up special courts to exclusively try MPs and MLAs for various crimes? അതായത് ഈ MP മാര് MLA മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്ക്ലൂസീവ്ലി ഓരോ സ്പെഷ്യൽ കോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണ് എന്നുള്ളതാണ് മദ്രാസ് ഹൈക്കോർട്ടിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കോർട്ട് ഷുഡ് ബി ഒഫൻസ് സെൻട്രിക്. എന്ത് തെറ്റാണ് ചെയ്തത് എന്നനുസരിച്ചിട്ട് ആയിരിക്കണം എന്ത് ചെയ്യുന്ന കോർട്ടുകൾ ഉണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് പുതിയ പുതിയ കോർട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്പെഷ്യൽ കോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഓൺലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ട് പ്രകാരമാണ്. അല്ലാതെ ജനറലി ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യറിയോ വിചാരിക്കുന്നത് കൊണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൂടി അവരവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒബ്സർവേഷൻസ് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം 2017 സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം എന്താണ് 12 സ്പെഷ്യൽ കോർട്ടുകൾ എക്സ്ക്ലൂസീവ്ലി ക്രിമിനൽ പൊളിറ്റീഷ്യൻസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോർട്ടുകൾ കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞു. അതിന്റെ അതേ സമയത്ത് തന്നെയാണ് ഈ 3 ബെഞ്ച് ജഡ്ജി എന്ത് പറഞ്ഞത്, ഈ പറയുന്ന ട്രയലുകളും കാര്യങ്ങളും എങ്ങനെയൊക്കെ നടത്താം എന്നുള്ളതും ചോദ്യം ചെയ്തു. ഇത്തരം സ്പെഷ്യൽ കോർട്ടുകളുടെ പ്രശ്നം എന്താണ്? ഈ സ്പെഷ്യൽ കോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ MP അല്ലെങ്കിൽ MLA ഇത്തരം ആൾക്കാർക്ക് നേരിട്ട് ട്രയൽ പോകുന്നത് മജിസ്ട്രേറ്റിന്റെ അകത്താണ്. അല്ലെങ്കിൽ ഈ മജിസ്ട്രേറ്റിന്റെ അകത്ത് പോകേണ്ടിയിരുന്ന കാര്യങ്ങൾ എവിടേക്ക് പോകുന്നത്? നേരെ സ്പെഷ്യൽ കോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് റൈറ്റ് ടു ഡിഫെൻഡ് ചെയ്യാനുള്ള, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ആ ഒരു കേസ് പോകാനുള്ള ഒരു അവകാശം പോലും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിന് കൂടുതലായിട്ട് അപ്പീൽസും കാര്യങ്ങളും പോകാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇത് വരുന്ന കാലങ്ങളിൽ നേരിടാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് ഇതിനുള്ള ഒരു പോംവഴി? പൊളിറ്റിക്കൽ പാർട്ടീസ് അവര് തന്നെ എന്ത് ചെയ്യുക, ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ ഇലക്ഷൻ നിർത്താതിരിക്കുക. അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ ഇങ്ങനെയുള്ള കേസുള്ള MP MLA മാർക്കുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ കേസുകൾ ഫാസ്റ്റ് ആക്കുക. അല്ലാണ്ട് പുതിയൊരു കോർട്ട് തുടങ്ങണം എന്നല്ല, കേസ് നമ്മൾ കൊണ്ടുപോകുന്ന രീതി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാമ്പയിൻ ചെയ്യുമ്പോഴും കാര്യങ്ങൾ അതിലൊക്കെ ഒരുപാട് കറപ്ഷൻസും ഫിനാൻസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും എന്താണ് ഇവരുടെ എല്ലാം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആയാലും ഈ പറഞ്ഞ ആൾക്കാരുടെ ആയാലും അതെല്ലാം ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൂടി അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറാൻ ആൻഡ് UN ന്യൂക്ലിയർ ബോഡിയാണ്. ഇറാൻ ഈ അടുത്ത് എന്ത് ചെയ്യാണ്? ആക്ച്വലി ഇത് GS പേപ്പർ 2 എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്. ഇന്ത്യയുടെ ഇൻട്രസ്റ്റിലുള്ള മറ്റു പല രാജ്യത്തും നടക്കുന്ന ഡെവലപ്മെന്റുകൾ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഡയസ്പോറ, അവരുടെ ആ ഒരു ഏരിയ, അത്തരം ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറാനിലെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഇറാൻ ഈ അടുത്ത് എന്താണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അല്ലെങ്കിൽ IAEA അവരുടെ ഹെഡുമായിട്ട് ഒരു ടോക്ക് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അവരെന്താണ് UN ഓഫീഷ്യൽസിന്റെ അകത്ത് പല കൺസേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ്ലി IAEA കംപ്ലയിന്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റും കമ്പോണന്റും കാര്യങ്ങളും വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നടത്താനും അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾക്കും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പ്രോപ്പറായിട്ട് അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ IAEAക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. അതുപോലെ തന്നെ ഇറാൻ 120 കിലോഗ്രാം ഓഫ് 20% എൻറിച്ച്ഡ് യുറേനിയം, അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന യുറേനിയത്തിന്റെ എൻറിച്ചിങ്ങിനെക്കാട്ടും കൂടുതൽ എൻറിച്ചിങ് അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ ഒരുപാട് സാങ്ഷൻസിനും കാര്യങ്ങളൊക്കെ ബാധകമായി. ഇത് റിപ്പോർട്ട് ചെയ്ത് UN ന്യൂക്ലിയർ വാച്ച് ഡോഗായ IAEA തന്നെയാണ്.
ഓക്കെ. അത് കൂടാതെ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ JCPO എന്ന് പറയുന്ന ഒരു കാര്യം ഓൾറെഡി നിലവിലുണ്ട്. 2015 ഡീല് പ്രകാരം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യൂക്ലിയർ ഫ്യൂവൽസ് കാര്യങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ ബോംബിന് വേണ്ടി കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എനർജി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ആയിരുന്നു ആ JCPO കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ നിന്നും വളരെയധികം ടെഹ്റാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറാൻ വ്യതിചലിച്ചത് കാരണം US ഒക്കെ എന്താണ് ഒറ്റയ്ക്ക് ആ പറഞ്ഞ ഡീലിൽ നിന്നും പുറത്തേക്ക് വരികയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അന്നേരം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ചൈനയും റഷ്യയൊക്കെ എന്ത് ചെയ്തു ആ ഒരു അക്കോർഡ് അപ്പോഴും നിലനിർത്തി കൊണ്ടുവന്നു. ഈ ഡീല് പ്രകാരം എന്താണ് ഈ സിഗ്നേറ്ററീസിലെല്ലാം 20% എൻറിച്ച് ചെയ്ത യുറേനിയം അവർക്ക് റിസർച്ച് റിയാക്ടറിന് വേണ്ടിയിട്ട് കൊടുക്കാം. പക്ഷെ ഇറാൻ എന്ത് ചെയ്തു അവർക്ക് പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ 3.67% ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിസർച്ച് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്തു അവര് അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം. IAEAയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IAEA അറിയപ്പെടുന്നത് ദ വേൾഡ്സ് ആറ്റംസ് ഫോർ പീസ്. ഈ പറയുന്ന ആറ്റംസ് എല്ലാം പീസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഓർഗനൈസേഷനാണ് IAEA എന്ന് പറയുന്നത്. 1957 യുണൈറ്റഡ് നാഷൻസ് ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ വന്നാണ് IAEA എന്ന് പറയുന്നത്. അവര് യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിക്ക് അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലിനും ഒരുപാട് റിപ്പോർട്ടുകൾ നടക്കുന്നുണ്ട്. അവർ ഓൾറെഡി ഞാൻ പറഞ്ഞു അവരെന്തായിട്ടാണ് അറിയപ്പെടുന്നത് ദ UN ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആയിട്ട് അവർ അറിയപ്പെടുന്നുണ്ട്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ഓസ്ട്രിയയിലെ വിയന്നയിലാണ്. അവരെ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്സ് വിത്ത് ദ മെമ്പർ സ്റ്റേറ്റ് ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേൾഡ് വൈഡ് ടു പ്രൊമോട്ട് സേഫ് സെക്യൂർ ആൻഡ് പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി. ന്യൂക്ലിയർ ടെക്നോളജികൾ സേഫ് സെക്യൂർ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ മെമ്പേഴ്സും എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് അവരുടെ ലക്ഷ്യം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡയബറ്റീസ് കെയർ. GS പേപ്പർ 2 ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹെൽത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വാൺ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡയബറ്റീസ് കേസസ് ഇൻ ആഫ്രിക്ക ഈസ് പ്രഡിക്റ്റഡ് ടു റൈസ് ടു 55 മില്യൺ ബൈ 2045. അതായത് 2021 ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 134% ഇൻക്രീസ് ഉണ്ടാവാനുള്ള സാധ്യത 2045 ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്. ഇതേ ഒരു സിനാരിയോ തന്നെയാണ് ഓൾറെഡി ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പൊ ഈ അടുത്ത് കൊറോണ വന്നു, കാര്യങ്ങൾ വന്നു. ആ കൊറോണ ഉണ്ടാവുന്നതിന്റെ ഡെത്തിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഹൈലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അത് കൂടുതലായിട്ടും കാണപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞ ഡയബറ്റീസ് പേഷ്യൻസിന്റെ അടുത്ത് തന്നെയാണ്. 14 നവംബർ വേൾഡ് ഡയബറ്റീസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ഇയറും. അപ്പൊ ഇത്രയും ഈ ഒരു സാഹചര്യങ്ങളിൽ എന്താണ് ഡയബറ്റീസ്, അവരുടെ ക്ലാസിഫിക്കേഷൻസ് എന്താണ്, അതുമായിട്ട് ഇന്ത്യയുടെ അവസ്ഥ, വേൾഡിന്റെ അവസ്ഥ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ പാൻക്രിയാസ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം, അതല്ലാത്ത സമയം ബോഡി എന്താണ് എഫക്റ്റീവ്ലി ആ ഇൻസുലിൻ യൂസ് ചെയ്യാതിരിക്കുക. ഈ രണ്ടവസ്ഥയിൽ എന്ത് സംഭവിക്കാം, ഡയബറ്റീസ് ഉണ്ടാവാം. ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അത് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, അതുപോലെ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന കാര്യങ്ങൾ ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, ലിപ്പിഡ്സ്, പ്രോട്ടീൻസിന്റെ ഒക്കെ മെറ്റബോളിസം, അതുപോലെ തന്നെ സെൽ ഡിവിഷൻ, ഗ്രോത്ത്, ഇത്രയും കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ആ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, സെക്രീറ്റഡ് ബൈ പാൻക്രിയാസ്. ഇനി ഡയബറ്റീസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഡയബറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു രണ്ട് റീസൺസ് ആണ് ഉണ്ടാവാനുള്ളത്. ഒന്നാമത്തെ റീസണിൽ വരുന്ന ആൾക്കാരാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതെപ്പോഴാണ്, പാൻക്രിയാസ് ഈ പറയുന്ന സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇനി ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ്. അതായത് ബോഡി എന്താണ് പ്രോപ്പർ ആയിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് കൂടി അവർ അറിയപ്പെടാറുണ്ട്. ഇതിനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒബേസിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ് കാരണം ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യില്ല. അപ്പൊ അത് കാരണം എന്തായിരിക്കും, നമ്മുടെ ഷുഗർ ലെവൽസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ കേസ് നോക്കുകയാണെന്ന് ഏകദേശം 8.7% ഡയബറ്റിക് പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ 20 മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാരെ നോക്കാം. അതിലും താഴെയുള്ള കുട്ടികളെയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറയണേ, അത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ എന്താണ് ഡയബറ്റിക് പോപ്പുലേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ഡയബറ്റീസ് ഒരു അറ്റ്ലസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 കൺട്രീസിന്റെ അകത്ത് ഇന്ത്യയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡയബറ്റീസ് ഒരുപാട് രീതിയിൽ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. കാരണങ്ങൾ റാപ്പിഡ് അർബനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആവാം, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകളാവാം, അല്ലെങ്കിൽ എന്താണ് ടൊബാക്കോ യൂസ്,
അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഡയബറ്റീസ് കാര്യങ്ങൾ ഒരുപാട് കൂടുവാനായിട്ട് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വേൾഡ് സിനാരിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 6% ഓഫ് വേൾഡ് പോപ്പുലേഷൻ എന്താണ്, അതായത് മോർ ദാൻ 420 മില്യൺ പീപ്പിൾ ലിവ് വിത്ത് ഐദർ ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണ്. അതായത് വേൾഡിന്റെ 6% പോപ്പുലേഷൻ 420 മില്യൺ ആൾക്കാർ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണ്. ഇതാണ് മേജർ ആയിട്ടുള്ള ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഈ ഇത് കാരണം ഒരുപാട് പേര് എന്താണ് നേരത്തെ തന്നെ ആ ഒരു ലൈഫ് എക്സ്പെക്ടൻസി മീറ്റ് ചെയ്യാതെ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗ്ലോബൽ ഡയബറ്റീസ് കോമ്പാക്ട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിനെപ്പറ്റി ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കാര്യങ്ങളും കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട്. ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ടാർഗറ്റ് പ്രകാരം എന്താണ് ഒബേസിറ്റി അതുപോലെ തന്നെ ഡയബറ്റിക് പ്രിവലൻസും കുറയ്ക്കുവാൻ വേണ്ടിയിട്ടും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം രീതിയിൽ ഇത് നമുക്ക് ഭാവിയിൽ കൺട്രോൾ ആവും എന്ന് വിചാരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബെലാറസ് പോളണ്ട് ബോർഡർ ക്രൈസിസ്. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഭാഗവുമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് നോക്കാം. റീസെന്റ് ബെലാറസും റഷ്യൻ പാരസ് ട്രൂപ്പേഴ്സും എന്ത് ചെയ്തു, ജോയിന്റ് ആയിട്ട് ഒരു ഡ്രില്ല് കണ്ടക്ട് ചെയ്തു പോളിഷ് ആൻഡ് ലുത്താനിയൻ ബോർഡേഴ്സിൽ. അപ്പൊ ഇത് നടക്കുന്ന സാഹചര്യം ഏതാണെന്ന് നമ്മൾ ആലോചിക്കണം. ഓൾറെഡി ബെലാറസും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു സ്റ്റാൻഡ് ഓഫ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ റഷ്യൻ പാരാട്രൂപ്പേഴ്സ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ബെലാറസും ചേർന്നിട്ട് ഇത്തരം ഡ്രില്ലുകൾ കാര്യങ്ങൾ നടത്തി. അപ്പൊ ഈ ഒരു സ്റ്റാൻഡ് ഓഫ് നടക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, മൈഗ്രന്റ് ക്യാമ്പിങ് നടക്കുന്നുണ്ട്. അതും ഫ്രീസിങ് ആയിട്ടുള്ള ഫോറസ്റ്റിലാണ് അവർ ക്യാമ്പിങ് നടക്കുന്നത്. അപ്പൊ അവരെ പ്രോപ്പറായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യണില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇത്തരം സ്റ്റാൻഡ് ഓഫുകൾ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. നോക്കാം. 2020 ഓഗസ്റ്റ് 2020 ഒരു എലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ബെലാറസിന്റെ കേസിൽ. അവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും നടന്നത് വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ ഒതോറിറ്റേറിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോന് ഒരു 6th ടേം ഇൻ ഓഫീസ് കിട്ടി. അപ്പൊ ഇത് കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും നടന്നു. അവരുടെ ഒപ്പോസിഷനും അതുപോലെ തന്നെ വെസ്റ്റും എന്ത് ചെയ്തു, ഈ ഒരു റിസൾട്ടിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. ബെലാറസ് അതോറിറ്റീസ് അന്നേരം അതിനെ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫയേഴ്സ് ക്രാക്ക് ഡൗൺ നടന്നു. അതായത് 35,000 ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട്, ആ ഡെമോൺസ്ട്രേഷനിൽ പങ്കെടുത്ത 35,000 ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബെലാറസ് അതോറിറ്റീസ് ഇതിനെ റെസ്പോണ്ട് ചെയ്തത്. അപ്പൊ ഇത്തരം രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും എന്താണ് US-ഉം അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനൊക്കെ ഒരുപാട് സാങ്ഷൻസ് ഈ പറഞ്ഞ ബെലാറസ് ഗവൺമെന്റിന്റെ മുകളിൽ ഇടാൻ തുടങ്ങി. ഇനി മെയ് 2021 സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞത് എപ്പോഴാണ്, ഓഗസ്റ്റിലായിരുന്നു, ഓഗസ്റ്റ് 2020 2021 മെയ് ആയപ്പോഴേക്കും എന്ത് ചെയ്യും, ബെലാറസ് ഫോഴ്സിലി ഒരു പാസഞ്ചർ ജെറ്റ് എന്ത് ചെയ്തു, ഡൈവേർട്ട് ചെയ്തു വിട്ടു. അപ്പൊ അത് കാരണം വീണ്ടും എന്താണ് സ്റ്റേറ്റിന്റെ പൈറസിയിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അയക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഈ വാർ പ്ലെയിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇതിനെ ഡൈവേർട്ട് ചെയ്തു വിടുകയൊക്കെ ചെയ്തു. അത് കൂടുതൽ സാങ്ഷൻസ് കൊണ്ടുവരാൻ കാരണവുമാക്കി. അപ്പൊ ബെലാറസ് ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവർ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷന് എതിരെയാണ്. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷന് ഒരു രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ സാങ്ഷൻസ് എന്ത് ചെയ്യാം, അവർക്കുള്ള മൈഗ്രൻസിനുള്ള ഓൾറെഡി അവർ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മൈഗ്രൻസിനുള്ള ഫ്ലോ വരെ തടയുന്നുണ്ട്. ഇത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ബെലാറസ് സംസാരിച്ചത്. ബെലാറസ് ഒപ്പോസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെടുക്കുന്ന യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന എല്ലാ ടഫ് മെഷേഴ്സിനും എതിരാണ്. ഈവൻ ഇൻക്ലൂഡിങ് ദ ട്രേഡ് എംബാർഗോ ആയാലും അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഓഫ് കാർഗോ ആയാലും ഒക്കേറ്റിനും എതിരാണ് യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നത്. അപ്പൊ അത് ബെലാറസ് അതിനെയും ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും ബെലാറസ് ഗവൺമെന്റ് തിരിച്ച് യൂറോപ്പിനോട് പറയാൻ, ഇവർ ഇത്രയും സാങ്ഷൻസ് ഇടുമ്പോൾ ഈ ബെലാറസ് ഗവൺമെന്റിന് തിരിച്ച് പറയാൻ ഒറ്റ കാര്യം ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞത്, റഷ്യൻ ഗ്യാസ് സപ്ലൈസ് പോകുന്നുണ്ട്, റഷ്യന്റെ ഗ്യാസ് സപ്ലൈ ലൈൻസ് ഈ പറഞ്ഞ ബെലാറസിലൂടെ കടന്നിട്ടാണ് യൂറോപ്പിലേക്ക് പോകുന്നത്, അത് അവർ കട്ട് ഓഫ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഇവിടെ നിലനിൽക്കുകയാണ്. ഇതാണ് അതിന്റെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബെലാറസ് ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞതാണ്, ബെലാറസ് ഗവൺമെന്റ് ഈ പറഞ്ഞ റഷ്യൻ ഗ്യാസ് സപ്ലൈസ് എന്ത് ചെയ്യും, കട്ട് ചെയ്യും എന്നുള്ളതാണ്. ഏകദേശം 1000-ഓളം ആൾക്കാരാണ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നിട്ട് പോളണ്ടിന്റെ ബോർഡറിൽ എന്ത് ചെയ്യുന്നത്, ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. മൈഗ്രൻസ് ആണ്. അവർ ഈ ഫ്രീസിങ് കണ്ടീഷനാണ്, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, വളരെ ഫ്രീസിങ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ്. ആ മൈഗ്രൻസിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട്.
ഈ പോളണ്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഒരു മെമ്പർ കൂടിയാണ്. ഗവൺമെന്റ് ഓഫ് പോളണ്ടും എന്താണ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഓർഗനൈസേഷൻസിൽ നിന്നുള്ള സപ്ലൈസ് കാര്യങ്ങൾ ഈ പറഞ്ഞ മൈഗ്രൻസിന് പോണതും അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞത് ഇന്റർനാഷണൽ കൺവെൻഷൻസ്, യുണൈറ്റഡ് നേഷൻസിന്റെ റിഫ്യൂജി കൺവെൻഷൻ 1951 എതിരെയാണ്. അവരുടെ അവിടെ പോളണ്ടിൽ ഭരിക്കുന്ന ഒരു റൈറ്റ് വിങ് പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയാണ്. അവരും ഈ ഇമിഗ്രൻസിന് എതിരെയാണ്, ഹോസ്റ്റൈലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റഷ്യയുടെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്? റഷ്യ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത് ബെലാറസിനെയാണ്. അവർക്ക് ബെലാറസിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് ആര് കൊടുക്കുന്നത്? റഷ്യ കൊടുക്കുന്നത്. അവരുടെ പല കാര്യങ്ങളും പൊളിറ്റിക്കൽ സപ്പോർട്ട് ആയാലും അല്ലെങ്കിൽ ലോണുകൾ കൊടുത്തിട്ടൊക്കെ ലുക്കാഷെൻകോ ഗവൺമെന്റിനെ റഷ്യ നല്ല രീതിയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മൈഗ്രന്റ് ഫ്ലോ വന്നിരിക്കുന്നത് US-ന്റെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനുള്ള വാറ് കാരണവും അതുപോലെ തന്നെ വെസ്റ്റേൺ ബാക്ക്ഡ് ആയിട്ടുള്ള അറബ് സ്പ്രിംഗ് അപ്രൈസിംഗ് കാരണമാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ഇത്രയധികം മൈഗ്രൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പോളണ്ടിന്റെ ട്രൂപ്പും കാര്യങ്ങളും ബോർഡറിൽ ബെലാറസിൽ ആക്ടിവിറ്റീസ് നടത്തുന്ന പ്രകാരം റഷ്യ എന്ത് ചെയ്തു? വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലോങ് റേഞ്ച് TU-22 M3 എന്ന് പറയുന്ന ബോംബേഴ്സിനെ ഈ ഇത്തരം ബോർഡർ പെട്രോളിങ്ങിന് വേണ്ടിയിട്ടും നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ ദ ഔട്ട്സെറ്റ് റഷ്യ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണ്? യൂറോപ്യൻ യൂണിയൻ ആണ് ഇത്തരം മൈഗ്രന്റ് ക്രൈസിസിന് കാരണം എന്ന് കൂടി അവര് എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ റഷ്യയുടെ സ്റ്റാൻഡ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി. ഇനി യൂറോപ്യൻ യൂണിയൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സ്ട്രോങ് സോളിഡാരിറ്റി പോളണ്ടും അല്ലെങ്കിൽ ലുത്താനിയ അല്ലെങ്കിൽ ലാറ്റ്വിയ എന്ന് പറയുന്ന സ്ഥലങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോളിഡാരിറ്റി അവർ നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബെലാറസുമായിട്ട് ഒരുപാട് സാങ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഭാവിയിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതും കൂടി അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അക്യൂസ് ചെയ്യുന്നുണ്ട് ബെലാറസ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് അറ്റാക്ക് നടത്തുകയാണ് ഇവരുടെ എല്ലാവരുടെയും മുകളിൽ. അത് ഈ പറയുന്ന മൈഗ്രൻസിന്റെ മുകളിലായാലും വെസ്റ്റ് ഏഷ്യയുടെ മുകളിലായാലും ഒക്കെ ഇല്ലീഗലി എന്ത് ചെയ്യണം, പോളണ്ടിലേക്ക് ആൾക്കാരെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ബെലാറസ് ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബെലാറസിന്റെ അടുത്തുള്ള കൺട്രീസ് പറയുന്നത് ഈ ക്രൈസിസ് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മിലിറ്ററി കൺഫ്രൺട്രേഷൻ വരെ വേണ്ടി വരും എന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് റിപ്ലൈ ആയിട്ട് ബെലാറസ് പറയുന്ന കാര്യം ഇത്രയാണ്: ഈ മൈഗ്രൻസിന്റെ കാര്യങ്ങളും മൈഗ്രേറ്റ്സിന്റെ റൈറ്റ്സിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ സേഫ് പാസേജും നടന്ന യൂറോപ്യൻ യൂണിയൻ. അപ്പൊ അത്ര രീതിയിൽ ഈ ക്രൈസിസ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടും അവരുടെ ആക്ടിവിറ്റീസ് കൊണ്ടും ഇത് ഡെയിലി എന്ത് ചെയ്തുകൊണ്ട് വരിക, എൻലാർജ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വേൾഡ് ലെവലിലുള്ള റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിൽ ബെലാറസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ക്രൈസിസ് കൂടുതലായിട്ട് എസ്കെയിൽ ചെയ്യുന്നതിന്. അതുപോലെ തന്നെ UN റെഫ്യൂജി ഏജൻസി, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ, അവർ രണ്ടുപേരും അർജന്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനെ അതുപോലെ തന്നെ അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും യൂറോപ്യൻ യൂണിയനോട് എൻഷുർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിപ്പോ ആക്ച്വലി നടക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം പ്രോപ്പറായിട്ടൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്. അവര് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരാണ് അപ്പുറത്തുള്ളത്. ഒരുപാട് മനുഷ്യർ ഈ പറയുന്ന വളരെ ഫ്രീസിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഭക്ഷണം പോലും കിട്ടാതെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യത്വം മുന്നിൽ കണ്ടു നിർത്തി ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഒരു കോറിഡോറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഡയബറ്റീസിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞു, പിന്നെ MP-MLAസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോർട്ടും അതുപോലെ തന്നെ ഈ ബെലാറസ് പോളണ്ട് ഇഷ്യൂമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. ഇപ്പോൾ പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.